ഹായ് ഫ്രണ്ട്സ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചൊന്ന് കേട്ടാലോ? തിരുവനന്തപുരം എന്നാൽ തന്നെ പത്മനാഭസ്വാമിയുടെ മണ്ണ് എന്നാണ് പറയുന്നത്. അനന്തൻ എന്ന നാഗത്തിൻ്റെ പുറത്ത് മഹാലക്ഷ്മിയോടൊപ്പം ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ് പ്രതിഷ്ഠ. നമ്മൾ അമ്പലത്തിൽ കയറിയുള്ള ലോക്കറും കാണാം. നമ്മളെ ബാഗ് കൂട ഫോണെല്ലാം അവിടെ സൂക്ഷിക്കാം. ചെറിയൊരു ക്യാഷ് നൽകിയാൽ മതി. ഓപ്പോസിറ്റായിട്ട് വലിയൊരു കെട്ടിടം കാണാം. അതിൻ്റെ അകത്തോട്ട് കയറിയാൽ ഡ്രസ്സ് മാറാനും കുളിക്കാനും ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെയും ചെറിയൊരു ക്യാഷ് നൽകിയാൽ മതി. വളരെ ദൂരത്ത് നിന്ന് ആളുകൾ ഇവിടെ എത്താറുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം പേർ ദിവസവും എത്തുന്നുണ്ട്. വളരെ ഭക്തജന തിരക്കുള്ള അമ്പലമാണ്. അമ്പലം കാണാനും ദർശനം നടത്താനുമായി ആയിരങ്ങളാണ് ദിവസവും എത്താറ്. ഈ കെട്ടിടത്തിൻ്റെ സൈഡിലായി ധാരാളം കടകൾ കാണാം. അതിലെല്ലാം സ്വാമിയുടെ രൂപം, ഫോട്ടോസ്, ഡ്രസ്സ് എല്ലാം വാങ്ങാനുള്ള അവസരമുണ്ട്. ഇതിൻ്റെ പുറത്തായി ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. 2 മ്യൂസിയങ്ങളാണ്, ചിത്രാലയം മ്യൂസിയവും കുതിരമാളിക മ്യൂസിയവും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളും അതിനകത്ത് കയറിയത്. ഈ പഴയ കെട്ടിടത്തിൻ്റെ ഇടനാഴിയിലൂടെ കയറിയാൽ 100 രൂപ ടിക്കറ്റ് എടുത്ത് അതിനകത്ത് കയറാം. എങ്ങും ഹരിതാപമാണ്, നല്ല പച്ചപ്പ്, നല്ലൊരു അന്തരീക്ഷം. സിറ്റിയിൽ ഇത്രയും സ്ഥലം അകത്ത് നമ്മൾ കാണുമ്പം തന്നെ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. അവിടെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, കത്തിക്കരുത്, മലിനജലം ഒഴുക്കി വിടരുത്, ഇതെല്ലാം ശിക്ഷാർഹമാണ്. ഈ കാണുന്ന തലവാതിലിനകത്തൂടെ കയറിയാൽ നമുക്ക് കുതിരമാളിക മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലെത്താം. ആ കുതിരമാളിക മ്യൂസിയം കാണുന്നത് തന്നെ നമുക്ക് നല്ലൊരു ആശ്ചര്യമായിട്ട് തോന്നും. ഓടുമേഞ്ഞ വർഷങ്ങൾ പഴക്കമുള്ള കൊട്ടാരമാണ്. പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ഇതിനകത്ത് കയറിയാൽ 50 രൂപ ടിക്കറ്റ് എടുത്താൽ ഫോണിൽ നമുക്ക് വീഡിയോ ഫോട്ടോസൊക്കെ ഇതിൻ്റെ പുറം ഭാഗങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ഞങ്ങളും 50 രൂപ ടിക്കറ്റ് എടുത്ത് ഈ മാളികയുടെ ഫ്രണ്ടും സൈഡും ഒക്കെ ഫോട്ടോസും വീഡിയോസും ആയിട്ടെല്ലാം എടുത്തു. എത്ര നേരം വേണമെങ്കിലും നമുക്കവിടെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട് ശുദ്ധവായുവൊക്കെ ശ്വസിച്ചിരിക്കാൻ കൊള്ളാം. അത്ര നല്ലൊരു സ്ഥലമാണ്. ഈ അമ്പലത്തിൻ്റെ സൈഡിലാണ് ഈ മ്യൂസിയങ്ങൾ. ഞങ്ങളങ്ങനെ കുതിരമാളികയുടെ ഫ്രണ്ടിലെത്തി. അതിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. ആ കുതിരമാളികയുടെ വ്യൂ തന്നെ കാണാൻ വളരെ ഭംഗിയാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഔട്ട് ഹൗസ് ഉണ്ട്. അതും ഓട് മെഞ്ഞതാണ്, പക്ഷെ വളരെ സൗന്ദര്യമാണ് അത് കാണാനായിട്ട്. അതിൻ്റെ വരാന്തയിലൊക്കെ ധാരാളം പേർ ഇരുന്നു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരിക്കുന്ന കാണാം. രാവിലെ 9 മുതൽ 12:30 വരെയും 2 മുതൽ 4:45 വരെയാണ് ഇതിനകത്ത് കയറാനുള്ള സമയം. ചിത്രാലയ മ്യൂസിയത്തോട്ട് പോകാനുള്ള വഴിയെല്ലാം ആരോ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്തൂടെ തന്നെ ഏകദേശം ഒരു 20 മിനിറ്റോളം നടന്നാലേ അവിടെ എത്തുകയുള്ളൂ. ഈ കുതിരമാളികയ്ക്കകത്ത് കഥകളിയുടെ വിവിധ രൂപങ്ങൾ, രാജഭരണകാലത്ത് ഉപയോഗിച്ച ഉപകരണങ്ങൾ എന്നുവേണ്ട എല്ലാ സാധനങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു 2-2.5 മണിക്കൂർ ഈ പാലസ് മുകളിലും താഴെയായിട്ടുള്ള എല്ലാ റൂമുകളും നമുക്ക് കണ്ടു തീരണമെങ്കിൽ 2-2.5 മണിക്കൂർ എടുക്കും. അതിമനോഹരമാണ് അതിനകത്തുള്ള കാഴ്ചകൾ. ഇത് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരിക്കലെങ്കിലും പോയി കാണണം. അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ചിത്രാലയം മ്യൂസിയത്തോട്ട് പോയി. ചിത്രാലയം മ്യൂസിയം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ മനോഹരമാണ്. ചിത്ര പ്രദർശനങ്ങളാണ്. പഴയ രാജഭരണകാലം ആരംഭിച്ചതേ മുതലുള്ള രാജാക്കന്മാരുടെ കല്യാണം, ബാല്യം, ഫാമിലി ഫോട്ടോസ്, രാജഭരണകാലത്ത് നടന്ന സംഭവങ്ങൾ, ഇപ്പോഴത്തെ രാജാവ് വരെയുള്ള ചിത്രങ്ങൾ അതിനകത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതും നോക്കി കാണുന്നതിന് 2-2.5 മണിക്കൂറോളം വേണ്ടി വരും. അത് നമുക്ക് പറഞ്ഞു തരാനായിട്ടൊക്കെ 2 മ്യൂസിയത്തിനും ഉദ്യോഗസ്ഥർ ഉണ്ട്. അങ്ങനെ നമുക്ക് വളരെ സമയമെടുത്ത് നോക്കി കണ്ടാലേ നമുക്കിത് ആസ്വദിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതിനകത്തൊന്നും ഫോട്ടോസൊന്നും അലൗഡ് അല്ല. അതവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്, ഫോട്ടോ അലൗഡ് അല്ല. ഈ കാണുന്ന ഇടനാഴിയിലൂടെ വേണം ചിത്രാലയം മ്യൂസിയത്തിലെത്താൻ. ആ ഇടനാഴി കാണുമ്പോൾ തന്നെ ഈ ചിത്രാലയം മ്യൂസിയത്തിൻ്റെ വർഷം നമുക്ക് മനസ്സിലാവും, പഴക്കം. ഇതെൻ്റെ ഫ്രണ്ട് വശമാണ്. വളരെ മനോഹരമാണ് ചിത്രങ്ങൾ നോക്കി കാണുന്നത്. അവിടെ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഒരു പഴയ കൊട്ടാരം കാണാം. അതും അതിമനോഹരമാണ്. അത് അടച്ചിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ മുൻവശമെല്ലാം നമുക്ക് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അവിടെ 2 സിംഹങ്ങൾ, കുട്ടികളുടെ പ്രതിമ കണ്ടു. അതും വളരെ മനോഹരമാണ്. ഫോട്ടോ അലൗഡല്ല, കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആ സിംഹക്കുട്ടികളുടെ പ്രതിമ. അതും മനോഹരമാണ്.
അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ പത്മതീർത്ഥ കുളത്തിൻ്റെ കരയിലെത്തി. പത്മതീർത്ഥം, പുണ്യതീർത്ഥം, അവിടെയും ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ കുലദൈവമാണ്. ഇവിടെ ദിവാകര മുനിയുടെയും വില്യമംഗല സ്വാമിയുടെയും കഥകൾ ഐതിഹ്യമാണെങ്കിൽ, പത്മനാഭസ്വാമി ക്ഷേത്ര ഉൽപ്പത്തിക്ക് കാരണക്കാരി ഒരു പെരുമാട്ടുകാളിയുടെ കഥയാണ് യഥാർത്ഥ ചരിത്രമായി പറയപ്പെടുന്നത്. പുത്തരിക്കണ്ടത്ത് വിളഞ്ഞുകിടന്ന നെല്ലരി കൈക്കുത്തിൽ വെച്ച് തൊലിച്ച് അവരൊരു കണ്ണൻ ചിരട്ടയിൽ ആദ്യ നൈവേദ്യം സ്വാമിക്ക് നൽകി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടിപ്പോൾ അതിനു പകരം സ്വർണ്ണ ചിരട്ടയിലാണ് സ്വാമിക്ക് നൈവേദ്യം അർപ്പിക്കുന്നത്. ഇവിടെ പ്രധാന പ്രതിഷ്ഠ വിഷ്ണു ഭഗവാനാണെങ്കിലും നരസിംഹമൂർത്തിക്കും ശ്രീകൃഷ്ണസ്വാമിക്കും ഒക്കെ ഇവിടെ പ്രതിഷ്ഠയുണ്ട്. കിഴക്കേ കോട്ടയുടെ വാതിലിന്